ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു പ്രോഡക്റ്റിന്റെ റിസൾട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. അപ്പം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ പറയാനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലേ. കൂടുതലും നമ്മുടെ മൈൻഡിലേക്ക് ഗ്ലൂട്ടതയോൺ എന്ന് കേൾക്കുമ്പോൾ വരുന്നത് ഇഞ്ചക്ട് ചെയ്താണ്. എല്ലാവരും ഇപ്പം സെലിബ്രിറ്റീസ് ആയാലും നമ്മൾ പറയുന്നതില് അവർ വൈറ്റനിങ് ആയി അല്ലെങ്കിൽ ഇതേപോലെ ഗ്ലൂട്ടതയോൺ ഇഞ്ചക്ട് ചെയ്ത് വൈറ്റനിങ് ആയതാ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്താണ് ഈ ഗ്ലൂട്ടതയോൺ എടുക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ നമുക്കൊരു ഇഞ്ചക്ഷൻ രൂപേണ അല്ല, നമ്മുടെ ഉള്ളിലേക്ക് ഓറൽ ടൈപ്പായിട്ട് നമുക്ക് ഗ്ലൂട്ടതയോൺ കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഗ്ലൂട്ടതയോൺ ടാബ്ലറ്റിനെ കുറിച്ചാണ് കേട്ടോ. ഇതാണ് ഷീക്ക് ന്യൂട്രിസിന്റെ ഗ്ലോ വിറ്റാമിൻ സി ടാബ്ലറ്റ്. ഇതിനകത്ത് ജാപ്പനീസ് ഗ്ലൂട്ടതയോൺ അടങ്ങിയിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഫേസിന്റെ പിഗ്മെന്റേഷൻ മാറ്റാനും ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും അതേപോലെ ഫേസ് ഒന്ന് ഗ്ലോ ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ഷീക്ക് ന്യൂട്രിസിന്റെ ജാപ്പനീസ് ഗ്ലൂട്ടതയോൺ. ഇത് ജാപ്പനീസ് ഗ്ലൂട്ടതയോൺ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ട് ബെറ്റർ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ പറയും ഞാനിത് യൂസ് ചെയ്തില്ലെങ്കിൽ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്യാമെന്ന്. ഒരിക്കലും അല്ല. ഞാനിതൊരു 17 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പോകുന്നത്. ഇത് ഞാനൊരു 17 ദിവസമാണ് കഴിച്ചത്. അപ്പം എനിക്ക് കഴിച്ചിട്ട് ഇതൊരു ടാബ്ലറ്റ് ഫോമിലുള്ളതാണ്. ഞാൻ കാണിക്കാം. ഇതാണ് സംഭവം. ഇതിനകത്ത് 20 ടാബ്ലറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. ഞാനിത് ഒരു 17 ദിവസമാണ് ഈ ഒരു ടാബ്ലറ്റ് എടുത്തിട്ടുള്ളത്. എനിക്ക് പിന്നീട് എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കരുതിയത് ഒരു 19 ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരെണ്ണം ഇതേപോലെ നിങ്ങളടുത്ത് റിവ്യൂ ചെയ്യാൻ എടുക്കണമെന്ന്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. നെഗറ്റീവ്സ് കമന്റുമായിട്ട് വരുന്ന എല്ലാവരുടെ അടുത്തും പറയാനുള്ള, ഇപ്പം കിഡ്നി അടിച്ചു പോലും അങ്ങനെ ഒരുപാട് പേര് ഇപ്പം ചിലപ്പം കമന്റ്സ് ആയിട്ട് വരുമായിരിക്കും. ഞാനൊരു കാര്യം പറയാം. ഇത് ഡോക്ടേഴ്സ് ഉൾപ്പെടെ അതേപോലെ സെലിബ്രിറ്റീസ് ഉൾപ്പെടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഒരുപാട് ബ്രാൻഡിന്റെ ഗ്ലൂട്ടതയോൺ ടാബ്ലറ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ബ്രാൻഡിന്റെ, അതായത് ഈ ഷീക്ക് ന്യൂട്രിക്സിന്റെ അവരുടെ ബ്രാൻഡിന്റെ എല്ലാ പ്രോഡക്റ്റും അടിപൊളിയാണെന്ന് ഒത്തിരി പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം യൂസ് ചെയ്ത് അവർക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 വീക്സ് യൂസ് ചെയ്താലേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ചിലപ്പം നമ്മുടെ സ്കിൻ ടൈപ്സ് വ്യത്യാസമായതുകൊണ്ട് ചിലർക്ക് അതിന് മുന്നേ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ 8 വീക്സ് കഴിഞ്ഞ് റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഈ ഒരു 20 ടാബ്ലറ്റിൽ ഒരു 17 എണ്ണേ കഴിച്ചിട്ടുള്ളൂ. അപ്പം എനിക്കുണ്ടായ മാറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭയങ്കരമായിട്ട് വെളുത്തു പാറി അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അതായത് എന്റെ ഫേസിലെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിച്ചായിട്ട് എനിക്ക് തോന്നി. അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ബെറ്റർ റിസൾട്ട്, നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്കറിയാം ഇപ്പം ഗ്ലൂട്ടതയോൺ ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുമ്പം ഒരു ഷോട്ടിന് തന്നെ ഏകദേശം അറൌണ്ട് 5,000 റുപ്പീസ് ഒക്കെ ആവും. അങ്ങനെ ഉള്ളവർക്ക് പറ്റിയ ഒരു സാധനമാണ് ഇതേപോലെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് ആണ് കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത്. ഒരുപാട് ബ്രാൻഡിന്റെ ഗ്ലൂട്ടതയോൺ ടാബ്ലറ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒത്തിരി ബ്രാൻഡിന്റെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ബ്രാൻഡിന്റെ അത്യാവശ്യം എല്ലാവരും അടിപൊളി റിവ്യൂ ഇടുന്ന ഒരു ബ്രാൻഡാണ്. അതാണ് ഞാൻ എവിടെ നോക്കിയാലും ഈ ഒരു ടാബ്ലറ്റിന്റെ റിവ്യൂസ് ആണ് ഞാൻ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഞാനൊരു സെലിബ്രിറ്റിയുടെ കണ്ടിരുന്നു. അവര് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇല്ലെങ്കിൽ ഈ ഒരു ബ്രാൻഡിന്റെ സെക്കൻഡ് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ഇത് റിവ്യൂ ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യം നല്ല പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കണമല്ലോ. ഇപ്പം ഇല്ലെങ്കിൽ ഇതൊരു മോശം പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇതിനകത്ത് വരുന്ന നെഗറ്റീവ്സ് അവരും അതെടുക്കാൻ ബാധ്യസ്ഥരാണല്ലോ. അപ്പം അങ്ങനെയുള്ള പ്രോഡക്ട്സ് ഒന്നും അവർ എന്തായാലും റിവ്യൂ ചെയ്യാൻ പോയത്. അവർ മെനക്കെട്ട് അവരുടെ ആ ഒരു ഇമേജ് കളയുന്ന രീതി അവരെന്തായാലും റിവ്യൂ ചെയ്യാൻ നടക്കത്തില്ല. അപ്പൊ അവർക്ക് അത്രയ്ക്കും കംഫർട്ടായിട്ട് തോന്നിയോണ്ടായിരിക്കാം അവർ റിവ്യൂ ചെയ്യുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തതായിട്ടില്ല. ഞാനിത് ഇപ്പം പ്രഗ്നന്റ് ലേഡീസും അതേപോലെ ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊന്നും യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. അവർക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ മാത്രം കണ്ടുകൊണ്ട്
യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പൊ അതിനടിയിലൊക്കെ ഈ ഒരു ബ്രാൻഡിന്റെ റിവ്യൂ ചെയ്തവരുടെ അടിയിലൊക്കെ കമന്റ് ബോക്സിൽ വന്നു ഒത്തിരി നെഗറ്റീവ്സ് കണ്ടു. ഇത് യൂസ് പോലും ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കും വന്ന് കൂടുതലും റിവ്യൂ ഇടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു സൈഡ് എഫക്ട്സും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിത് യൂസ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു മീല് കഴിച്ചിരിക്കണം കേട്ടോ. എംപ്റ്റി സ്റ്റൊമക്കിൽ യൂസ് ചെയ്യരുതെന്നാണ് ഇവർ പറയുന്നത്. ഇതിനകത്തൊരു QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുമോ? ഒരു QR കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് സ്കാൻ ചെയ്ത് നമുക്ക് ഇതിന്റെ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അപ്പൊ എംപ്റ്റി സ്റ്റൊമക്കിൽ ദയവ് ചെയ്ത് ആരും കഴിക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു ടാബ്ലറ്റ് ഡയറക്റ്റ് ആയിട്ട് കഴിക്കാനും പാടില്ല. ഈ ടാബ്ലറ്റ് കഴിക്കേണ്ട എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 250 ml ഒരു ഗ്ലാസ്സിൽ, ഇത് 250 ഉണ്ട് കേട്ടോ, ഞാൻ അളന്നെടുത്ത. എന്നും ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് കുടിക്കുന്നത്. അതിലേക്ക് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇത് മൊത്തത്തിൽ അലിയുന്നിടം വരെ നമ്മൾ ഇത് അനക്കാനേ പാടില്ല കേട്ടോ. നല്ല രസമില്ലേ ഈ ടാബ്ലറ്റ് ഇങ്ങനെ പോകുന്ന കാണാൻ? അടിപൊളിയല്ലേ? ഏതോ ഒരു എന്തിൻ്റെയൊക്കെയോ ഓർമ്മ വരുന്നു കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്? ഇതിന്റെ കളർ അടിപൊളിയാണ് കേട്ടോ, നല്ല പിങ്ക് കളറ്, സൂപ്പറാണ്. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ അലിയുന്നിടം വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഗൈസ് ലൈറ്റ് പോയി, ഗൈസ് വീണ്ടും ലൈറ്റ് പോയി. സൂര്യൻ എന്നെ പേടിച്ചിട്ട് എന്നെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു മാറിയൊക്കെ നിൽക്കുന്നത്. അപ്പം നമ്മുടെ ആ ഒരു ടാബ്ലറ്റ് ഈ വെള്ളത്തിൽ ഫുൾ അബ്സോർബ് ആയിട്ടുണ്ട്. നല്ല ഇതിന്റെ കളർ അടിപൊളിയാണ് കേട്ടോ. കളറല്ല, ഇതിന്റെ സ്മെല്ല് സൂപ്പറാണ്. അതർവൈസ് ഇതിന്റെ ടേസ്റ്റ് സത്യം പറയാൻ, നമ്മൾ ഇപ്പം ഓരോ ടാബ്ലറ്റ് ഇതേപോലുള്ളതൊക്കെ കഴിക്കുമ്പോഴേ ഇപ്പം നമുക്ക് ഇത് കഴിക്കണോ ഇഷ്ടക്കേട് ആ ഒരു ഇതല്ലേ, പക്ഷെ ഇതിന് അതൊന്നും വേണ്ട കേട്ടോ. കാരണം ഞാൻ പറയാം ഇതിന്റെ ടേസ്റ്റ് എന്താണ്. നമ്മൾ ഈ സോഡാ ലൈം കഴിക്കത്തില്ലേ കടയിൽ പോയി, അതിന്റെ ടേസ്റ്റ്. തണുത്ത സോഡാ ലൈം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് കേട്ടോ. സൂപ്പർ, അടിപൊളിയാ. എങ്ങനെ പറയാ, ഇതിന്റെ ടേസ്റ്റ് ഫ്ലേവറാണ്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു പ്രോഡക്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ ഫ്ലേവറാണ് ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. ഇതിനകത്ത് വന്നിരിക്കുന്ന ഫ്ലേവർ എന്തൊക്കെയാണ്? സ്ട്രോബെറിയും അതേപോലെ തന്നെ നമ്മുടെ ലെമണൂടെ മിക്സ് ചെയ്തേക്കുന്ന ഒരു ഫ്ലേവറാണ്. അടിപൊളി ഫ്ലേവറാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പം ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിൽ പേടി ഉണ്ട്, ഇപ്പൊ ഇത് യൂസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ, അങ്ങനെ പേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു നോക്കുക. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ അവരുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്താൽ മതി. ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പം MT10 എന്ന എന്റെ ഈ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.